നമസ്കാരം മക്കളെ, ഇത് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള തോരനാണ്. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു തോരൻ. ഇത് ചേനത്തണ്ടും പരിപ്പും, അതായത് കടലപ്പരിപ്പും കൊണ്ട് തോരൻ വെച്ചിരിക്കുകയാണ്. മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. പിന്നെ ഇതേ രീതിയിലുള്ള തോരൻ ആരും വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായ രീതിയിൽ വ്യത്യസ്തമായ ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും നമ്മുടെ വീട്ടിലിപ്പോൾ ചേനയൊക്കെ മുളച്ച് വരുന്ന, പുതിയ തണ്ടൊക്കെ മുളച്ച് വരുന്ന സീസണാണ്. അപ്പോൾ ആ തണ്ടും ഇലയും ഉപയോഗിച്ച് ഇങ്ങനെ തോരൻ വെച്ചാൽ വളരെ ടേസ്റ്റാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള ചേരുവകളൊക്കെ അടുപ്പിച്ച് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം വേകാൻ എളുപ്പമായിരിക്കും, ഹെൽത്തിയുമാണ്. അപ്പം എന്താണ് അതിനായിട്ട് ഇതിനടുത്ത് കിളർന്ന് ചേനത്തണ്ടാണ് കേട്ടോ. ഈ സീസണിൽ ഇതേ രീതിയിൽ ചേനത്തണ്ട് കിളിച്ച് വരും. അപ്പോൾ ഇത് തോരൻ വെക്കാൻ നല്ലതാണ്. ഇതിന് വേവും കുറവാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കിളർന്ന ഇലയാണ് കേട്ടോ. അപ്പം ഇത് 2-3 ദിവസം ആയതാണ് അതാ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിലിരിക്കുമായിരുന്നേ. അപ്പം ഇതിന് നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞാണ്. ഇതിൻ്റെ തോല് കിളർന്നായതുകൊണ്ട് തോല് പെട്ടെന്ന് വരും. അതേസമയത്ത് മൂത്തതാണെങ്കിൽ തോല് നമുക്ക് ഉരിഞ്ഞെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ മൊത്തം ഇതേ രീതിയിൽ തൊലി ഉരിഞ്ഞെടുക്കാൻ നമുക്ക് കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ തോലി ഉരിയുന്നതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആ ഇല ഭാഗത്തുള്ള ആ തോലും തിരിഞ്ഞ് കളയാൻ വേണം. തോലിരിഞ്ഞ് കളഞ്ഞതിനും കുഴപ്പമില്ല, പക്ഷെ തോലിന് ഇച്ചിരി കട്ടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ തോല് ഉരിഞ്ഞ് കളയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ എല്ലാ ഭാഗത്തുള്ളതും എല്ലാം നമ്മൾ തോല് ഉരിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തിപ്പൊടിക്കണം. നമ്മൾ പഴയ കാലത്ത് തന്നെ ഇതേ രീതിയിലാണ് ഈ ചോപ്പറിലൊക്കെ ഇട്ട് ചോപ്പ് ചെയ്തെടുത്താൽ ഇതിനകത്ത് ഇതൊക്കെ ചതഞ്ഞു പോയി വെള്ളം കൂടുതലായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതേ രീതിയിൽ പെർഫെക്റ്റായിട്ടാണ് ഇങ്ങനെ അരിഞ്ഞ് ചെറിയ കൊത്തിപ്പൊടിച്ചിട്ട് അരിയുന്നതാണ് നല്ല ഭംഗി, നല്ല ഇതായിട്ട് വരികയും ചെയ്യും. ഇത് കുഴഞ്ഞും പോകത്തില്ല. അല്ല ചോപ്പറിൽ ഇടുകയോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്രഷ് ചെയ്യുകയോ ചെയ്താൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ അങ്ങനെ കുഴയില്ല. അപ്പം ഞാൻ ഇതേ രീതിയിൽ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇല അരിയുവാണ് കേട്ടോ. ഇല ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, ഇല നമുക്കിനി കൊത്തിപ്പൊടിക്കൊന്നും വേണ്ട, ചെറിയ ഇലയാണല്ലോ, ചെറുക്കിളർന്ന ഇലയായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാനിങ്ങനെ കാണിച്ചത്. അരിയാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കും കേട്ടോ. കാരണം നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ഉപ്പിട്ടാൽ എല്ലായിടും ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് നേരത്തെ ഇതിനകത്ത് പുരട്ടി വെക്കുവാണ്. നന്നായിട്ട് ഇതിനകത്ത് ഉപ്പും പിടിച്ച് കിട്ടും ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇതെല്ലാം നല്ല കുതിർന്നിട്ട് കുറച്ച് കുതിർന്നിട്ട് നമുക്കിന്ന് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഉള്ള അരപ്പ് ശരിയാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കേട്ടോ. നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത്രയും സാധനത്തിന് 2 പച്ചമുളക് മതി. ഇനി വേറെ നമ്മൾ എരിവിനായിട്ടൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ കേട്ടോ. അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് ചതച്ച് കൊണ്ടുവരാം, നമ്മൾ തോരൻ അരയ്ക്കുന്ന പോലെ. പിന്നെ ഇത് ചേർക്കാനായിട്ട് നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഒരു 5-6 വറ്റൽമുളക് എടുത്ത് ഈ ചെറിയ ഉള്ളി ഇതേ രീതിയിൽ വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സവാള ഉള്ളി ഒന്നും ചേർക്കേണ്ട, ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പയിൽ വെച്ചു. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 2 ടീസ്പൂൺ മതി കേട്ടോ ഇട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല മണം വരണം. അത് ക്രിസ്പിയായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. ക്രിസ്പിയായിട്ട് മൂക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കറിവേപ്പിലയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചേനത്തണ്ട് ഇലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നമ്മൾ
ഈ താളിപ്പെല്ലാം കൂടി ഇതിനോടൊന്ന് കൂട്ടി പുരട്ടത്തേ ഉള്ളൂ. നമ്മൾ റോസ്റ്റ് ചെയ്യാനേ പാടില്ല കേട്ടോ. കാരണം ഈ ചേനത്തണ്ടിലെ വെള്ളം കൊണ്ടാണ് ഈ എണ്ണയ്ക്കകത്തും ആവിക്കകത്താണ് നമ്മുടെ ഈ ചേനത്തണ്ട് വേവുന്നത്. ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കുകയില്ല. നമ്മുടെ ഈ ചേനത്തണ്ട് നമ്മൾ പിഴിഞ്ഞെടുക്കത്തുമില്ല കേട്ടോ. പിഴിഞ്ഞ് കളയാൻ പാടില്ല. ഇതിനകത്തെ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ പിഴിഞ്ഞ് കളയാൻ പാടില്ല. ഈ വെള്ളം കളഞ്ഞാൽ പിന്നെ ഗുണം എന്തോ. അപ്പോൾ ഈ ഇതിൻ്റെ വെള്ളമയത്തിലാണ് ഇത് വേവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പിച്ച് കൂട്ടി വെച്ച് നമ്മളിന്ന് 1-2 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി നമ്മൾ തിരിച്ചും പിരിച്ചും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും അങ്ങനെ അടച്ചു വെച്ച് 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും പിരിച്ചും നമ്മൾ ഇളക്കിയും എടുത്താൽ നമ്മുടെ ഈ ഇതങ്ങ് നന്നായിട്ടങ്ങ് വെന്ത് വന്നോളും കേട്ടോ. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കിയും തുറന്നും വെച്ച് നമ്മൾ ചിക്കാനേ പാടില്ല കേട്ടോ. ചിക്കൻ്റെ വെള്ളമയമൊക്കെ അങ്ങ് പോകും. എന്നിട്ട് അടച്ചും തുറന്നും എടുത്ത് നമ്മളിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട. നമുക്കിന്നെ നടുക്കോട്ട് അരപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ അരപ്പും വെച്ച് കൂട്ടി വെക്കും കേട്ടോ. കാരണം ഇത് അരപ്പിൻ്റെ കൂടെ കിടന്ന് വേവാനിൽ ഇപ്പം തന്നെ അരപ്പ് അങ്ങ് ഇതിനകത്തിട്ട് ചിക്കി വെച്ചാൽ ആ അരപ്പിന് പച്ചച്ചോവ കാണും. ഇതേ രീതിയിൽ മൂടി വെച്ച് നമ്മൾ അരപ്പ് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കി ചിക്കി കണ്ടില്ലേ കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചായിരുന്നു, അത് കാണിച്ചില്ല. അത് നമ്മളിതിലേക്ക് ഇതൊന്നെല്ലാം ഒന്ന് ചിക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കും. നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഉടഞ്ഞങ്ങ് പോകത്തില്ല കേട്ടോ. ഇതുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വന്ന് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇതും കൂട്ടി ഇങ്ങനെ നല്ലതുപോലെ ഇതും കൂടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് കൂട്ടി ഇളക്കാം. കൂട്ടി ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് കൂട്ടാനും എരിവിനുമായിട്ടൊരു സാധനം ചേർക്കുന്നത്, അതാണ് കുരുമുളക്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് വിതറി കൊടുത്തിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് അടച്ച് വെക്കാം. ഒന്നുകൂടെ അതങ്ങ് കൂട്ടി യോജിപ്പിച്ച് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും. അപ്പം കണ്ടില്ലേ ഞാൻ എൻ്റെ എരിവും ഉപ്പുമൊക്കെ നോക്കി. അപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വെച്ച് കണ്ടില്ലേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി തോരൻ ഇവിടെ റെഡിയായി. വെള്ളവും ഇല്ല മയവും ഇല്ല, നന്നായിട്ട് വേവുകയും ചെയ്ത് നല്ല ടേസ്റ്റ് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടില്ലേ മക്കളെ, പൂ പോലുള്ള നമ്മുടെ ചേനത്തണ്ട് തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക, ഹൈപ്പ് ഇനേബിൾ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം. അപ്പം ഞാൻ നടക്കണ്ടല്ലേ നല്ല പച്ച ഒന്നും മാറാതെ നല്ല ടേസ്റ്റി. ഇത് മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ. പക്ഷേക്ക് ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുഖമായിട്ടിരിക്കുക കേട്ടോ.